ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിന്റെ ഡേ 26ലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാവിലെ എഴുന്നേറ്റ ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞു മക്കളെ. എത്രയോ പേര് രാത്രിയിൽ ചെന്ന് കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല അല്ലെ. ഉറക്കത്തില് ജീവൻ തന്നെ നഷ്ടപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. ബട്ട് നമ്മൾ ഈ നിമിഷവും എലൈവാണ്, ജീവനോടെ ഉണ്ട്. നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റി. ഇന്നത്തെ ഈ ഒരു മനോഹരമായ ദിവസം ദൈവം നമുക്കായിട്ട് സമ്മാനിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞു. എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിക്കുക. പലരും പറയാറുണ്ട്, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനൊക്കെ ഭയങ്കര മടിയാണ്, എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്നില്ല, ഒരു ഫീലിംഗ് വരുന്നില്ല എന്നൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ, ആദ്യത്തെ സുഹൃത്ത് നമുക്ക് ആ ഒരു സുഹൃത്തിൻ്റെ ആവശ്യഘട്ടത്തിൽ നമ്മൾ സഹായിച്ചു, കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു. രണ്ടാമത്തെ സുഹൃത്തിനും ഒരു ആവശ്യഘട്ടം വന്നപ്പോൾ നമ്മൾ പണം കൊടുത്ത് സഹായിച്ചു. കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആദ്യത്തെ സുഹൃത്തിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് പുള്ളിക്ക് വലിയൊരു നന്ദിയൊന്നുമില്ല, ഒരു പുച്ഛഭാവത്തിൽ അങ്ങ് പോയി. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയാകട്ടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട്, താങ്ക് യു സോ മച്ച്, അന്ന് ആവശ്യഘട്ടത്തിൽ നീ പൈസ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, മരുന്ന് മേടിക്കാൻ പറ്റി, എൻ്റെ കുഞ്ഞിന് ഒരു നേരത്തെ അന്നം കൊടുക്കാനില്ലായിരുന്നു, എനിക്ക് അതിന് പറ്റി എല്ലാം നീ കാരണമാണ് എനിക്കതൊക്കെ നടന്നത് എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി നമ്മളോട് അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും പറയുകയാണ്. ഇനി ഒരിക്കൽ സഹായിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ വ്യക്തിയായിരിക്കും പ്രിഫർ ചെയ്യുക, രണ്ടാമത്തെ വ്യക്തിയായിരിക്കും. നന്ദിയില്ലാത്ത മനുഷ്യർക്ക് എന്തിനാ നമ്മൾ വീണ്ടും ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നും അല്ലെ. അപ്പോൾ ഇതുപോലെയാണ് ഈശ്വരൻ. നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഈശ്വരൻ വിചാരിക്കുമോ, ഈ നന്ദി കെട്ടവൻ അല്ലെങ്കിൽ നന്ദി കെട്ടവൾക്ക് വീണ്ടും വീണ്ടും എന്തിനാ കൊടുക്കുന്നത്, കൊടുത്താൽ ഒരു വാക്കുപോലും പറയാൻ മടിയാണ്. അതുകൊണ്ട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിയാണ് എന്ന് പറയല്ലേ മക്കളെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ലുക്ക് കണ്ടിട്ട്, ഒരാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ കഴിവ് കണ്ടിട്ട് നമ്മൾ പറയാ, ഇവനൊക്കെ എവിടെ എത്താനാ, ഇവനൊന്നും ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല, ഇവനെ പോലൊരു പൊട്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കഴുതയെ കണ്ടിട്ടില്ല, ഇവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വില കുറച്ച് കാണുന്നവരുണ്ട്. മക്കളെ, നിങ്ങളെയും ഇതുപോലെ വില കുറച്ച് കണ്ടിട്ടുള്ള പല മനുഷ്യരും ഉണ്ടാവും അല്ലെ. അവര് പറഞ്ഞ വാക്കുകൾ ഇന്നും നിങ്ങളുടെ ഉള്ളിൽ വേദനയായി കിടക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞവർക്കുള്ള ശരിയായ മറുപടി എന്താ? നിങ്ങളുടെ സക്സസ് ആണ് ശരിക്കുമുള്ള മറുപടി. ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നീ ഇത്രയും സക്സസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന്. ആളുകൾ ചവിട്ടി തേച്ചിട്ടിരുന്ന, ഒരു വിലയും തരാതിരുന്ന, എന്താ പറയാ, ഒന്ന് ആവശ്യഘട്ടങ്ങളിൽ പോലും കൂടെ നിൽക്കാതെ അത്രയേറെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിച്ച് കിടന്ന ഞാൻ ഇന്ന് സൂപ്പർ സക്സസ്ഫുൾ ആയപ്പോൾ കൈയടിക്കാൻ ഒരുപാട് പേരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നിങ്ങളെ വില കുറച്ച് കാണുന്നവരുണ്ടാവും, നിങ്ങളെ പറ്റി മോശം പറയുന്നവരുണ്ടാവും. നാളെ അവരെ കൊണ്ട് കൈയടിപ്പിക്കണം, അല്ലാതെ തലയും കുമ്പിട്ട് നാണം കെട്ട് ജീവിക്കരുത്. ചിന്തിക്കും, നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞിട്ടുണ്ട്. ബുക്ക് എടുക്കുക, ഇന്ന് ഞാൻ തരുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ബുക്ക് എടുത്തിട്ട് എഴുത്. നിങ്ങളെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഗതി പഠിക്കൂല എന്ന് പറഞ്ഞവര്, അല്ലെങ്കിൽ നീ ഒരു കാലത്തും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഒരു മണ്ടനാ, പൊട്ടനാ, കഴുതയാ, നിങ്ങളൊക്കെ പാവപ്പെട്ടവരാ, ഒരിക്കലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എഴുതി ബോക്സ് വരച്ചിടും. എന്നിട്ട് ഈ നിമിഷം മനസ്സിൽ കുറിച്ചിട്, ഈ പറഞ്ഞവരെയൊക്കെ കൊണ്ട് മിടുക്കനാണല്ലേ മിടുക്കനാണെങ്കിൽ മിടുക്കിയാണെന്ന് പറയിച്ചില്ലെങ്കിൽ പറയിച്ചിരിക്കും എന്ന് തീരുമാനിക്കാം. എൻ്റെ ലൈഫിൽ അങ്ങനെ, എനിക്ക് ഭയങ്കര വാശിയുള്ള ഒരാളാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മളെ ഒരു വിലയില്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവളൊക്കെ വെറും പെണ്ണാണ്, ഇവളൊക്കെ എവിടെ എത്താനാണ്, അല്ലെങ്കിൽ ഇവളെയൊക്കെ അങ്ങ് എന്താ പറയുക, മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് നശിച്ചു പോകും, അങ്ങനെയൊക്കെ കരുതി നമ്മളെ അങ്ങ് വിലയില്ലാതെ ഒരു മനുഷ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ളൊരു ത്വര എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു സമയത്ത് നമ്മളെ കളിയാക്കിയിരുന്നവരൊക്കെ ഇന്ന് നമ്മളെ അഭിനന്ദിക്കുകയാണ്.
അപ്പൊ അതുപോലെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വാശി വളർത്തുക. എന്നെ കളിയാക്കി ചിരിച്ചവരുടെ മുമ്പിൽ, എന്നെ ഒന്നുമല്ലാതാക്കിയവരുടെ മുന്നിൽ, എന്നെ വിലയില്ലാതെ കണ്ടവരുടെ മുന്നിൽ ഐ വിൽ പ്രൂവ് മൈസെൽഫ്. ടീച്ചറമ്മ ഒരു കഥ പറഞ്ഞു തരാം. 1983 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്ന സമയം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും വേൾഡ് കപ്പിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പൊ ആ സമയത്ത് വെസ്റ്റ് ഇൻഡീസാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ ലോകം മൊത്തം വെസ്റ്റ് ഇൻഡീസിന്റെ പിറകിലാണ്. ഇവരെന്തായാലും ഇത്തവണയും ഇവർ കപ്പ് വിൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുക. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂവർ ചോദിച്ചു, നമ്മുടെ ക്യാപ്റ്റൻ കപിൽ ദേവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ, ഇതിൽ വിജയിക്കാൻ. അപ്പോൾ അവർ കളിയാക്കി ചിരിച്ചു. ഇത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ട് തോന്നി. ആ ഒരു 1983 ആ ഒരു വേൾഡ് കപ്പിൽ ശരിക്കും ആരും വില കൊടുക്കാതിരുന്ന, ഒരിക്കലും ഒരു സാധാരണ ഒരു സാധാരണ ടീമായിരുന്നു. അതായത് വെസ്റ്റ് ഇൻഡീസൊക്കെ അതിന് മുന്നേ 2 തവണ വേൾഡ് കപ്പ് വിൻ ചെയ്തിട്ടുള്ള ടീമാണ്. ഇന്ത്യക്ക് അങ്ങനെ ഒരു വേൾഡ് കപ്പ് നേടുകയോ അങ്ങനെ എടുത്തു പറയത്തക്കവണ്ണം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സാധാരണ ടീം എന്ന് എല്ലാവരും കരുതി വിലയില്ലാതെ കണ്ടിരുന്ന ആ ടീം 83 വേൾഡ് കപ്പ് വിജയിച്ചു. കാരണം അതിലെ ടീം അംഗങ്ങളുടെ മനസ്സിലൊരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നു, വിജയിക്കണം എന്നുള്ള ത്വര. നിങ്ങളുടെ ഉള്ളിൽ ആ ത്വരയുണ്ടോ? ആ ഒരു ത്വര ഉള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. മോശം സാഹചര്യങ്ങൾ ആർക്കും വരാം, എല്ലാവർക്കും വരാം. ആ മോശം സാഹചര്യങ്ങളിൽ പെട്ട് കരഞ്ഞ് വിഷമിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ എല്ലാവർക്കും പറ്റും. ആ മോശം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആര് മുന്നോട്ട് പോയിട്ടുണ്ട്, അവരെ സക്സസിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്കിൽ എഴുതുക, ആളുകൾ പറഞ്ഞ മോശം വാക്ക് അതൊന്ന് കുറിച്ചിട്ടേരെ. എന്തിനാ? സക്സസ്ഫുൾ ആവുമ്പോൾ നാളെ നിങ്ങൾക്ക് ലോകത്തോട് പറയും, ഇങ്ങനെയൊക്കെ ആളുകൾ എന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ വിജയിച്ച് കാണിച്ചു. സത്യം പറയാൻ എന്നെ ചവിട്ടി തേച്ചവരുടെ മുമ്പിൽ, വിലയില്ലാതെ കണ്ടവരുടെ മുന്നിൽ, പുച്ഛിച്ചവരുടെ മുന്നിൽ അവർ തന്നെ ലാസ്റ്റ് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ 1010 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വലിയ ഒരു പടുകൂറ്റൻ എൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിജയിക്കണോ, ഞാനുണ്ട് കൂടെ, സുജാ ആർ മോഹൻ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ട് അവര് വന്ന് പറഞ്ഞു, വലിയൊരു ഫ്ലെക്സ് ഇരിക്കുന്ന കണ്ടു, ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കളിയാക്കി ചിരിച്ചവർ തന്നെ നമുക്ക് വേണ്ടി കൈയടിച്ചു. നിങ്ങളും റെഡിയല്ലേ? നിങ്ങളെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ, അല്ലെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ വിലയില്ലാതെ കാണുന്ന മനുഷ്യരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണ്ടേ? കാണിക്കണം എന്നുള്ളവർ ഇപ്പൊ തന്നെ യെസ് എന്ന് കമന്റ് ഇടുക. നാളത്തെ അടിപൊളി മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് ടീച്ചർമാ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ മക്കള് നല്ല സന്തോഷമായിരിക്കാം. മറന്നു പോകരുത്, ടീച്ചർമാ വളർത്തിയെടുക്കുന്ന പുലിക്കുട്ടികളാണ് നിങ്ങൾ. ഒരു സാഹചര്യത്തിന് മുന്നിലും പതറരുത്. ജീവിതത്തിലെ എല്ലാ മോശം സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് സക്സസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ടീച്ചർമാർ. ജീവിച്ച് കാണിച്ചു തരികയാണ് മക്കളെ, എങ്ങനെ മോശം സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന്. റെഡിയല്ലേ നിങ്ങളും? അപ്പോ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും രാവിലെ 5:30 എഴുന്നേറ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ലവ് യു ഓൾ.